കുഞ്ഞാമത് കൂരാച്ചുണ്ടിൽ ചേരുന്നുണ്ട്. ആക്ഷൻ കൗൺസിൽ അംഗമാണ്. ശ്രീ കുഞ്ഞാമത്, താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വരുന്ന വാർത്തകളിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? യമനിൽ നടക്കുന്ന ചർച്ചയിലെ വലിയ പുരോഗതി, വധശിക്ഷ മാറ്റിവെക്കുന്ന കാര്യമടക്കം തീരുമാനമായി കഴിഞ്ഞു. കാരണം വധശിക്ഷ മാറ്റിവെക്കുകയല്ല, റദ്ദാക്കുക. മാറ്റിവെക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ 16-ാം തീയതി മാറ്റിവെച്ചു. പക്ഷെ ഇപ്പൊ റദ്ദാക്കാൻ ആവശ്യമായിട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചകളിലാണ് ഇപ്പൊ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. അത് കുടുംബവും ഗോത്രത്തലവന്മാരും പണ്ഡിത സമൂഹവും ചേർന്നിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ചയാണ് യമനിൽ നടന്നിട്ടുള്ളത്. ആ ചർച്ചയിലാണ് ഈ പുരോഗതി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് മർക്കസിൽ ഔദ്യോഗികമായി വിവരം കിട്ടിയിട്ടുണ്ട്. ഔദ്യോഗികമായി എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രേഖപ്രകാരമല്ല കേട്ടോ, വിവരം കിട്ടിയിട്ടുണ്ട്. അവരാണല്ലോ ഈ കാര്യത്തിൽ ഇടപെട്ട് ഇത്രയും ദിവസങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കുടുംബത്തെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമ്മതിപ്പിച്ചുകൊണ്ടാണ് ധാരണയിലെത്തിയിട്ടുള്ളത്. ആ ധാരണ അവിടുത്തെ പ്രോസിക്യൂഷനെയും അതുപോലെ തന്നെ ശിക്ഷ വിധിച്ചിട്ടുള്ള കോടതിയെയും അറിയിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ചെയ്യാനുള്ളത്. അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നടക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാം. എന്തായാലും ഈ എടുത്തിട്ടുള്ള തീരുമാനം ഒരു പണ്ഡിത സഭയുടെയും ഗോത്ര തലവന്മാരുടെയും കുടുംബത്തെയും സംയുക്തമായി എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നീട് കുടുംബം പുറകോട്ട് പോകില്ല എന്നുള്ളതാണ് ഈ അറബ് രീതികൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ ഈ തലാലിന്റെ സഹോദരൻ വഴങ്ങാത്തത് ഒരു പ്രശ്നമല്ലേ? സഹോദരന്റെ ഒരു പോസ്റ്റ് ഇപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തുള്ളതാണ് കുടുംബത്തിന്റെ പൊതുവായ തീരുമാനം. കുടുംബത്തിന്റെ പൊതുവായ തീരുമാനത്തിനൊപ്പം വരാൻ ഈ സഹോദരൻ നിർബന്ധിതമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കോടതി വഴിക്ക് തന്നെയാണ് ലഭ്യമാക്കേണ്ടത്. കോടതിയിലാണ് ഈ കുടുംബം പോയി വധശിക്ഷ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അറിയിക്കേണ്ടത്. ആ തീരുമാനം അറിയിക്കുമ്പോഴും മാത്രമാണ് പൂർണ്ണമായ രീതിയിൽ നമുക്ക് ആശ്വസിക്കാനുള്ള വക തരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പൊ എടുത്ത തീരുമാനത്തിൽ കുടുംബം പുറകോട്ട് പോകില്ല. അത് അവരുടെ രീതികളാണ് എന്നുള്ളതിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. മാത്രമല്ല ശ്രീ കുഞ്ഞാമത്, ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, അവരെ സംബന്ധിച്ച് അവരുടെ ഇത്ര വർഷത്തെ നിയമ പോരാട്ടം കൂടിയാണ്. അപ്പം വളരെ ഗൗരവമുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും നമുക്കത് അറിയാം. ഏത് തരത്തിലൊക്കെ ആയിരിക്കും, ഏതൊക്കെ തലങ്ങളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരം സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഒരാൾ ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അത് എത്രത്തോളം സൂക്ഷ്മമായിട്ട് അത് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. കാരണം അദ്ദേഹത്തെയും പിണക്കാൻ പാടില്ല. കാരണം നിയമപരമായിട്ട് അദ്ദേഹത്തിന് ഓപ്ഷനുണ്ട്, പ്രോസിക്യൂട്ടറെ സമീപിക്കാം, മറ്റ് രീതികൾ നോക്കാവുന്നതാണ്. അപ്പം എത്രത്തോളം സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത്? ഇത്തരം കാര്യങ്ങളിൽ ഒരു കുടുംബവും പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണ യോജിപ്പോടുകൂടി തീരുമാനത്തിന്റെ എഴുതിയ കടലാസിന്റെ അടിയിൽ ഒപ്പിടുന്ന പ്രശ്നമല്ല. ലോകത്ത് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ നടന്നിട്ടുള്ള ഇത്തരം സംഭവങ്ങളുടെ ചർച്ച കേൾക്കുകയും നടത്തുകയും അറിയുകയും ചെയ്തില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുടുംബത്തെ പൂർണ്ണമായ സമവായത്തിൽ എത്തിക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തിയത് പണ്ഡിത സഭയാണ്. ആ പണ്ഡിത സഭയും അതേപോലെ തന്നെ ആ പണ്ഡിത സഭയിലെ ഗോത്ര സമൂഹവും, ഗോത്രത്തിന്റെ ഓരോ പ്രദേശത്തെയും ഒരു തലവന്മാരുണ്ടാവും. ആ തലവന്മാരും കുടുംബവുമാണ് ഇരുന്നിട്ടുള്ളത്. അപ്പൊ ആ കുടുംബത്തിന്റെ മേലെ ഈ ഗോത്ര സമൂഹവും അതുപോലെ തന്നെ ഗോത്ര തലവന്മാരും പണ്ഡിത സമൂഹവും വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നിരന്തരമായി നടത്തിയിട്ടുള്ള ചർച്ചയിൽ നമ്മളിപ്പോ കഴിഞ്ഞ 14-ാം തീയതി ശിക്ഷ മാറ്റിവെച്ച ശേഷം ഈ പണ്ഡിത സമൂഹം ഒന്നും വിശ്രമിക്കായിരുന്നില്ല. അവർ നിരന്തരം നടത്തിയിട്ടുള്ള ഇടപെടലിൽ തന്മയത്വത്തോടുകൂടിയുള്ള അവരെ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കൽ, ആ പ്രോസസ്സിങ്ങിലൂടെയാണ് ഇപ്പം ഈ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ആ പുരോഗതിയെ അട്ടിമറിക്കുന്ന രീതിയിൽ, അത് എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അഭിപ്രായം ഉണ്ടായാൽ ആ കുടുംബത്തെ കൂടി അവരുടെ എടുത്ത തീരുമാനത്തിന്റെ പിന്നാലെ കൊണ്ടുവരാൻ ആ പണ്ഡിത സമൂഹത്തിനും ഗോത്രവർഗ തലവന്മാർക്കും സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഈ വസാബി എന്നല്ലേ ആ മേഖല, വസാബി എന്നാണ് തോന്നുന്നു, ആ വസാബി ഷെയ്ഖൊക്കെ ഇടപെട്ടുകൊണ്ട് നടത്തിയ ചർച്ചയല്ലേ താങ്കൾ പറയുന്നത്? അതായത് കുടുംബം ആദ്യം എതിർപ്പുന്നയിച്ച സമയം. അതെ, AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തിനുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ വ്യാപകമായി ഭരണകർത്താക്കളിലും അവിടുത്തെ പണ്ഡിതന്മാരിലുള്ള സ്വാധീനം സുവിതർക്കിതമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനം തന്നെയാണ്, മർക്കസിന്റെ ശക്തമായ ഇടപെടൽ തന്നെയാണ് ഈ യമനിലെ പണ്ഡിത സമൂഹത്തിനിടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിലും ഒരു വിദേശ പണ്ഡിതൻ, സർവ്വരാൽ ആരാധിക്കപ്പെടുന്ന ഒരു പണ്ഡിതന്റെ നിർദ്ദേശത്തോടും അവരുടെ സഹായ അഭ്യർത്ഥനയോടും
പ്രതികൂലമായി പ്രതികരിക്കുന്ന രീതിയിൽ അവരൊരു നിലപാടെടുക്കില്ല. ആ ഒരു കാര്യമാണ് നമുക്ക് ഈ കാര്യത്തിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്. അതാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ തന്നെ ഇടപെടൽ ഇനിയും ആവശ്യമായി വരുന്നുണ്ട് പല പ്രോസസ്സിങ്ങിനും. ഇപ്പോൾ ഈ ശിക്ഷ, ഇപ്പം വധശിക്ഷ റദ്ദ് ചെയ്യുന്ന തീരുമാനം വന്നാലും ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നിമിഷപ്രിയയും കേരളത്തിലെത്തുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അവിടുത്തെ നിയമരീതികൾ അങ്ങനെ. ഇപ്പൊ നമ്മളെ അബ്ദുറഹീം കേസിൽ റിയാദിൽ നമ്മൾ പണമെല്ലാം കൊടുത്തു, പക്ഷേ അദ്ദേഹത്തിന് അവിടുത്തെ പ്രോസിക്യൂഷൻ വിധിച്ചിട്ടുള്ള ഒരു ശിക്ഷയുണ്ട്, അത് 20 വർഷമാണ്. ആ 20 വർഷത്തിലേക്ക് എത്താൻ ഇനി 5-6 മാസങ്ങൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങി വരാൻ കഴിയും. അതേപോലെ തന്നെയാണ് നിമിഷപ്രിയ കേസിലും. വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞാൽ പോലും അവിടുത്തെ പ്രോസിക്യൂഷൻ എടുത്തിട്ടുള്ള തീരുമാനം, വിധി, ആ വിധി എന്താണോ ആ വിധി പൂർണ്ണമായ രീതിയിൽ അവിടെ ജയിൽവാസം എത്ര വർഷമാണോ ആ ജയിൽവാസത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ നിമിഷപ്രിയക്ക് പുറത്തിറങ്ങാൻ പറ്റൂ. അതൊരു പക്ഷേ അവരിപ്പോൾ കടന്ന ജയിൽ ഇപ്പൊ എത്ര വർഷം കിടന്നു, ആ കിടന്നത് കഴിച്ച് എത്ര 1 വർഷമാണോ 2 വർഷമാണോ, ഇനി അവരെ പ്രോസിക്യൂഷൻ ഉദ്ദേശിച്ച അത്രയും വർഷം കിടന്നു കഴിഞ്ഞോ അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ 1-2 വർഷം അവർക്ക് ബാക്കിയുണ്ടെങ്കിൽ അവരത് ആ ശിക്ഷ അനുഭവിച്ചെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നല്ല പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ആധികാരികമായി തന്നെയാണ് മർക്കസ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. മർക്കസിനെ നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആക്ഷൻ കൗൺസിൽ എന്ന നിലയ്ക്ക്. ഈ കേസിൽ 6-7 വർഷക്കാലമായി വളരെ ജാഗ്രതയോടുകൂടി എല്ലാ വാതിലുകളും മുട്ടി ഏറ്റവും ഒടുവിലാണ് ഞങ്ങൾ മർക്കസിന്റെ വാതിലെത്തുന്നത്. മർക്കസാണ് ഈ കാര്യത്തിൽ നന്നായി ഇടപെട്ട് ഈ കാര്യത്തിലേക്ക് ശിക്ഷ തീയതി മാറ്റി, അന്ന് 16-ാം തീയതി എന്നുള്ള ആ ഡേറ്റ് മാറ്റി വെക്കുന്നതിലും ഇപ്പോൾ റദ്ദ് ചെയ്യുന്നതിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇക്കാര്യത്തിൽ.